2025 റിലീസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും മികച്ച ചില ചിത്രങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായി ബലരീന. 2025 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ സിനിമയായിരുന്നു ബലറീന എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ആരാധകരെ വിസ്മയിപ്പിച്ച ജോൺ വിക് സീരീസിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. അന ഡി ആർമസ് ആണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന നായികയായി വേഷമിട്ടിരിക്കുന്നത്. ആക്ഷനും പ്രതികാരവും ഒക്കെ നിറഞ്ഞ ഒരു കഥയാണ് ചിത്രം പറയുന്നത്. ജോൺ വിക് ചാപ്റ്റർ 3ക്കും ചാപ്റ്റർ 4നും ഇടയിൽ നടക്കുന്ന സംഭവമാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥ എന്ന് പറയുന്നത്. ഇബോ മക്കാറു എന്ന ഒരു യുവതി തന്റെ പിതാവിന്റെ കൊലപാതകത്തിന് പ്രതികാരം തേടുകയാണ്. ബ്രിസ്കോ ഗ്രൂപ്പിൽ വളർന്ന യുവ കഠിനമായ പരിശീലനത്തിലൂടെ ഒരു മികച്ച ഫൈറ്ററായിട്ട് മാറുകയാണ്. അങ്ങനെ അവൾ തന്റെ പ്രതികാരം നിറവേറ്റാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. സിനിമയുടെ ആക്ഷൻ ഭാഗങ്ങളൊക്കെ വളരെ ഗംഭീരമാണ്. അതുപോലെ തന്നെ നായികയുടെ പെർഫോമൻസും എടുത്ത് പറയേണ്ടതാണ്. കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല സിനിമ തന്നെയാണിത്. അടുത്തായിട്ട് മിക്കി 70. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണ്. ഓസ്കർ ജേതാവായ ബോങ് ഹുൻ ജോയ് ആണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. റോബർട്ട് പാറ്റിസൺ ആണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെയധികം ത്രില്ലിങ്ങും അതുപോലെ തന്നെ വ്യത്യസ്തവുമായ ഒരു പ്രമേയമാണ് ചിത്രം കൈകാര്യം ചെയ്യുന്നത്. ഇതൊരു ഫ്യൂച്ചറിലെ കഥയാണ് പറയുന്നത്. മനുഷ്യർ മറ്റൊരു ഗ്രഹത്തിൽ കോളനി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അവിടെ എക്സ്പെൻഡബിൾ എന്ന പേരിൽ ക്ലോണുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. അതിൽ മിക്കി എന്ന വ്യക്തിയെ അവർ വീണ്ടും വീണ്ടും കോപ്പി ചെയ്യുന്നുണ്ട്. അവൻ മരിച്ചു കഴിഞ്ഞാൽ പുതിയ ബോഡിയിൽ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ 17ാമത്തെ മിക്കിക്ക് അത്ര ശാന്തമായിട്ടിരിക്കാൻ തോന്നുന്നില്ല. അവൻ തന്റെ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. റോബർട്ട് പാറ്റിൻസൺ ഇരട്ട വേഷത്തിലാണ് ഈ ഒരു ചിത്രത്തിലെത്തുന്നത്. അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെക്കുന്നത്. ചിത്രം വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത്. എന്നാൽ ഒരുപക്ഷെ എല്ലാവർക്കും ഈ ഒരു തീം ഇഷ്ടപ്പെടണമെന്നില്ല. അടുത്തായിട്ട് ദ ലൈഫ് ഓഫ് ചക്ക്. ഇതൊരു ഇമോഷണൽ ഡ്രാമ സിനിമയാണ്. സ്റ്റീഫൻ കിങ് എഴുതിയ ഒരു ചെറുകഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചെക്ക് എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതമാണ് ഈ ഒരു സിനിമ നമുക്ക് കാണിച്ചു തരുന്നത്. ടോം ഹിഡിസ്റ്റൺ ആണ് ഈ ഒരു കഥാപാത്രമായി എത്തുന്നത്. വളരെ മനോഹരമായ പ്രകടനമാണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു കഥാഗതിയാണ്. ആദ്യം മരണവും പിന്നീട് ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളുമൊക്കെയാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്. ഇത് പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. വലിയ ആക്ഷൻ രംഗങ്ങൾ ഈ ഒരു സിനിമയില്ലെങ്കിൽ പോലും നിസ്സഹായതയും സ്നേഹവും നഷ്ടവും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചിത്രം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ദ ലൈഫ് ഓഫ് ചക്ക്. അടുത്തതായിട്ട് സിന്നേഴ്സ്. 2025 പുറത്തിറങ്ങിയ ഒരു സിനിമയാണിത്. റയൻ ഗൂഗ്ലർ ആണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 1930കളിൽ നടക്കുന്ന ഒരു വ്യത്യസ്തമായ ഹൊറർ കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത്. മൈക്കിൾ ബി ജോർദാൻ ആണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അദ്ദേഹം ഇരട്ട വേഷത്തിലാണ് ഈ ഒരു സിനിമയിലെത്തുന്നത്. 2 സഹോദരന്മാരുടെ കഥയാണ് ഈ ഒരു ചിത്രം കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ജീവിതവും അവർ ഒരു വാമ്പയർ ഭീഷണിയുമായിട്ട് പോരാടുന്നതുമൊക്കെയാണ് സിനിമ നമുക്ക് കാണിച്ചു തരുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ മൈക്കിൾ ബി ജോർദാൻ ഈ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ വളരെ മികച്ചതാണ്. ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ ഇല്ലെങ്കിൽ പോലും കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമയാണിത്. അവസാനമായിട്ട് തണ്ടർ ബോൾട്സ്. അവഞ്ചേഴ്സ് പോലെ തന്നെ ഇതും വലിയ പ്രതീക്ഷയോടുകൂടി എത്തിയ ഒരു സിനിമയാണ്. മാർവൽ യൂണിവേഴ്സിലെ ചില പഴയ കഥാപാത്രങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഇവരൊരു മിഷൻ ചെയ്യുന്ന സംഘം പോലെയാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ അവഞ്ചേഴ്സ് പോലെ ഇതൊരു ഐഡിയൽ ഹീറോയ്സ് ഒന്നും അല്ല. ഈ ഒരു ചിത്രത്തിന്റെ സീനുകളൊക്കെ വളരെ മികച്ചതാണ്. എന്നാൽ അവഞ്ചേഴ്സുമായി ഈ ഒരു ചിത്രത്തെ താരതമ്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വിഷ്വൽ സ്പെക്ടാക്കിൾ ഈ ഒരു ചിത്രത്തിൽ കുറവാണ്. ഇതിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്കൊരു ആവറേജ് ആയിട്ടൊക്കെ തോന്നാം. കുറച്ചുകൂടി ഡീപ്പായി ഇമോഷണൽ കണക്ട് ചെയ്യാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കുമായിരുന്നുവെങ്കിൽ വളരെ മികച്ചതായിരുന്നു. ഇതിലെ മിക്ക സീനുകളും നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെ ചിത്രം പോകുന്നുണ്ട്. ഇതും കാണാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞതിൽ ഏത് ചിത്രമാണ് നിങ്ങൾ കണ്ടതെന്നും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള റിവ്യൂസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.